വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യ, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, വിശകലനങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രകടനങ്ങൾ, അന്വേഷണമൊക്കെ കാര്യമായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. പ്രതികൾക്ക് മേൽ ഗൂഢാലോചന കുറ്റവും പോലീസ് ഇപ്പോൾ എഴുതി ചേർത്തിട്ടുണ്ട്. അത് നടന്നിട്ടുണ്ട് എന്നുള്ളത് ആദ്യ ഘട്ടത്തിൽ തന്നെ പ്രഥമ ദൃഷ്ട്യാ തന്നെ തോന്നിയ ഒരു സംഗതിയാണ്. എല്ലാ ആളുകൾക്കും തോന്നിയ ഒരു സംഗതിയാണ്. അത്രയധികം ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള സമാനതകളില്ലാത്ത ഒരു ക്രൂരതയാണ് സിദ്ധാർത്ഥിന് നേരിടേണ്ടി വന്നത്. ആദ്യഘട്ടങ്ങളിലും ഇപ്പോഴും ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. SFIക്കാർക്ക് അതിൽ നിന്ന് ഒരിക്കലും കൈ കഴുകി മാറി നിൽക്കാനായിട്ട് പറ്റില്ല. ആദ്യഘട്ടങ്ങളിൽ അവരുടെ സ്ഥിരമായിട്ടുള്ള ഒരു അപ്രോച്ച്, ന്യായീകരണം, ആ ഒരു ന്യായീകരണം കാര്യമായിട്ട് തന്നെ പല മേഖലകളിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. അതിനോടൊപ്പം 3-4 കുട്ടികൾ, ഒരാൾ SFIക്കാരൻ, ഒരാൾ നാട്ടിൽ MSFകാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് കോളേജിന്റെ ഭാഗത്ത് നിന്ന് ചില ന്യായീകരണങ്ങളൊക്കെ നടത്തുന്നു. അതിനോടൊപ്പം കുട്ടികളുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു പ്രതിഷേധം അവിടെ നടക്കുന്നത് കണ്ടു. കോളേജിനെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നു, മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നു വാർത്തകളെ, കുട്ടികളെ എല്ലാവരെയും അതിൽ പ്രതി ചേർക്കുന്നത് പോലെയുള്ള സമീപനം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഒരു കാര്യമില്ല. ആ ഒരു സമയത്തിന് സന്ദർഭത്തിന് യോജിക്കാത്ത ഒരു പ്രതിഷേധമായി പോയി. അത് വലിയ പുച്ഛം തോന്നി ആ ഒരു കുട്ടികളോട്. അത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ, പ്രതിഷേധങ്ങൾ അതിനെയൊക്കെ വകവെക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള ആളുകൾ SFIക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്നൊക്കെ പറഞ്ഞു. അല്ലാതെ എന്ത് പറയാനായിട്ടാണ്? SFIക്കാരുടെ ഒരു മേൽക്കോയ്മ പലപ്പോഴും പല കോളേജുകളിലും ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഇവർ ഈ എതിർക്കുന്ന ഫാസിസം തന്നെയാണ് നടക്കുന്നത്. മറ്റുള്ള ആർക്കും പ്രവർത്തന അനുമതിയില്ല. ആളുകളുടെ മെക്കിട്ട് കയറുന്നു. ഒരു കോളേജിലെ SFIയുടെ ചില നേതാക്കൾ ഒരു ക്രൈമിൽ ഉൾപ്പെട്ടതുകൊണ്ട് SFIയെ മുഴുവൻ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയ ആയുധമാക്കി ഇതിനെ എടുക്കരുത് എന്നൊക്കെയുള്ള റിക്വസ്റ്റുകൾ SFIയുടെ പല നേതാക്കളും വന്ന് പറയുന്നത് കണ്ടു, അനുഭാവികളും പറയുന്നത് കണ്ടു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയധികം പേടിയുണ്ട്. ഈ പൊളിറ്റിക്കൽ പ്രിവിലേജ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രിവിലേജ് ഉണ്ട്. ഒരു കോളേജിലെ പ്രബലരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവികൾക്ക്, അതിന്റെ നേതാക്കൾക്ക് ആ ഒരു കോളേജിൽ കാര്യമായിട്ടുള്ള പ്രിവിലേജുകളുണ്ട്. അവർ പലപ്പോഴും അത് ഉപയോഗിക്കുന്നത് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയൊക്കെയാണ്. ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വലിയ ഭീഷണികളുണ്ട്. ആളുകൾക്ക് പേടിയാണ്, കുട്ടികൾക്ക് പേടിയാണ്. തെളിവെടുക്കാൻ വന്ന സമയത്ത്, അവനൊക്കെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഇവരെയൊക്കെയാണോ ആളുകൾ പേടിക്കുന്നത് എന്നുള്ളത്. അവിടെയാണ് പ്രശ്നം. ആ ഒരു പൊളിറ്റിക്കൽ പ്രിവിലേജ് ആണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇവർ വരില്ല. ഈ ഒരു കൂട്ടത്തെയാണ് ആളുകൾ പേടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ SFIക്ക് അതിൽ നിന്ന് കൈ കെടുക്കാനൊന്നും പറ്റില്ല. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടർ ചാനലിൽ പുറത്തേക്ക് വിട്ടിരുന്നു. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ കഥകൾ പ്രചരിക്കുന്നുണ്ട്. ഒന്നിലും വലിയ കാര്യമായിട്ടുള്ള വ്യക്തതയില്ല. ഈ അക്രമത്തിന്റെ പിന്നിലുള്ള ഗൂഢാലോചന, സിദ്ധാർത്ഥിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് പിന്നിലുള്ള ഗൂഢാലോചന, അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ വേണം. ഒരു പെൺകുട്ടി പീഡനാരോപണം, അതൊക്കെ നമ്മൾ വാർത്തകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേട്ടതാണ്. എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും വ്യക്തമായിട്ടുള്ള പിക്ചർ ഇല്ല. പെൺകുട്ടിക്ക് നേരെ ഒരു അതിക്രമ ശ്രമം സിദ്ധാർത്ഥിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. എന്നാൽ സുഹൃത്തുക്കൾ വഴി ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. എന്നാൽ ആ ഒരു അതിക്രമം പറഞ്ഞിട്ടാണ് സിദ്ധാർത്ഥിനെ എത്രയധികം ആളുകൾ ആക്രമിക്കുന്നത്. ആ ഒരു പെൺകുട്ടി ആ ഒരു പ്രശ്നം തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പൊക്കെ ഒരാൾക്ക് അയച്ചതൊക്കെ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. അപ്പോൾ പിന്നീട് സിദ്ധാർത്ഥിനെതിരെ എന്ത് പകയാണ് ആളുകൾക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതൊക്കെയാണ് അന്വേഷിക്കേണ്ടത്. ഇവിടെയൊക്കെ കറക്റ്റായിട്ടുള്ള പിക്ചർ പുറത്തേക്ക് വരാനുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പുകൾ ഇനി മാറ്റി നിർത്തിയിട്ട് കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണമാണ് വേണ്ടത്. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പുകൾ, ഇപ്പോൾ എതിർ പാർട്ടിക്കാർ, പ്രതിപക്ഷം, അതേപോലെ തന്നെ ABVP, യൂത്ത് കോൺഗ്രസ്, KSU, MSF, ഇവരെല്ലാം SFIക്കെതിരെ തിരിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. പൊളിറ്റിക്കൽ പ്രിവിലേജ് കാര്യമായിട്ട് തന്നെ ഉള്ള ആളുകളാണ്, പ്രബല വിഭാഗത്തിന്റെ ആളുകളാണ്. അപ്പോൾ പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം കിട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ചില പ്രതിഷേധങ്ങൾ, പ്രകടനങ്ങളൊക്കെ ഇല്ലാതെ പറ്റില്ല. അത് ആദ്യഘട്ടത്തിൽ തന്നെ പാർട്ടിയുടെ ചില ഇൻഫ്ലുവൻസുകളൊക്കെ ആളുകൾ ചൂണ്ടിക്കാട്ടിയതാണ്. അത് എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോൾ മറ്റൊരു കേസ് വരുന്ന സമയത്ത്, മറ്റൊരു വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. SFI എന്താ എല്ലാം കാണുന്ന സമയത്ത് മിണ്ടാതെ കൈകെട്ടി നിൽക്കുന്ന ആൾക്കാരാണോ? അല്ല. ഇത് അങ്ങനെ തന്നെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നു എന്ന് വരില്ല. ഇനിയിപ്പോൾ ആ ഒരു ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ 18 പേർ ചേർന്ന് സിദ്ധാർത്ഥിനെ പലയിടങ്ങളിലായി മർദ്ദിച്ചു. ഹോസ്റ്റലിന്റെ നടുത്തളത്തിലും കുന്നിന് മുകളിലും അടക്കം 4 ഇടത്ത് കൊണ്ടുപോയി മർദ്ദിച്ചിട്ടുണ്ട്. മർദ്ദിച്ചവർ, മർദ്ദിച്ച സ്ഥലം എന്നിവ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മിറ്റി പട്ടിക ഉണ്ടാക്കി. ഫെബ്രുവരി 21-നും 22-നുമാണ് ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾ UGCക്ക് പരാതി നൽകിയത്. ഭയം കാരണം പേര് വയ്ക്കാതാണ് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 1 വരെയായിരുന്നു അന്വേഷണം. ഈ റിപ്പോർട്ട് ഡീൻ UGCക്ക് കൈമാറാൻ സമ്മതിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഒടുവിൽ ഡീനിനെതിരെ നടപടിയെടുത്തതിന് പിന്നാലെയാണ് റിപ്പോർട്ട് കൈമാറിയത്. 22 പേർ നേരിട്ട് ഉൾപ്പെടെ 97 പേരുടെ മൊഴിയെടുത്താണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത്.
സംഭവിച്ചത്. ഫെബ്രുവരി 15-നാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള സിദ്ധാർത്ഥൻ വീട്ടിലേക്ക് പോകാനായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. സൗദ് റിസാൽ, മുഹമ്മദ് ഡാനിഷ്, ആദിത്യൻ എന്നിവർക്കൊപ്പമാണ് പോയത്. എന്നാൽ 15-ന് രാത്രി രഹൻ ബിനോയ്, അഭിജിത്ത് മോഹൻ എന്നിവർ സിദ്ധാർത്ഥനെ തിരിച്ചു വിളിച്ചു. തുടർന്ന് 16-ന് രാവിലെ 8 മണിക്ക് സിദ്ധാർത്ഥ് തിരിച്ചെത്തി. അന്ന് പകൽ സ്വാഭാവികമായി കടന്നുപോയെങ്കിലും 16-ന് രാത്രിയാണ് മർദ്ദനം ആരംഭിച്ചത്. ആദ്യം തൊട്ടടുത്തുള്ള മലയുടെ മുകളിലെ വാട്ടർ ടാങ്കിൽ വെച്ചായിരുന്നു മർദ്ദനം. അവിടെ വെച്ച് ക്രൂര മർദ്ദനമേറ്റു. ഇത് സംബന്ധിച്ച് 4 പേർ കമ്മിറ്റി മുൻപാകെ സാക്ഷിമൊഴി നൽകി. മുഹമ്മദ് ഡാനിഷ്, ഹാഷിം, ആദിത്യൻ, സൗദ് റിസാൽ, രഹാൻ ബിനോയ്, ദേവരാഗ് എന്നിവരാണ് മർദ്ദിച്ചത്. അതിനുശേഷം ഹോസ്റ്റലിലെ 21-ാം നമ്പർ മുറിയിലെത്തിച്ച സിദ്ധാർത്ഥനെ അവിടെ വെച്ചും വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചു. മുഖ്യപ്രതി സിൻജോ ജോൺസൺ, അമൽ ഇസാൻ, ആസിഫ് ഖാൻ, അരുൺ കെ, കാശിനാഥൻ, നസീഫ്, അമീൻ അക്ബർ, അലി, ആദിത്യൻ, അൽത്താഫ്, ആകാശ്, ഗിരികൃഷ്ണൻ, റസീൻ അബ്ദുൾ റഹീം, അജയ്, ശ്രീഹരി, സൗദ് റിസാൽ, അതുൽ സോമൻ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചത്. അവിടെ വെച്ചും ക്രൂരമർദ്ദനമാണ് സിദ്ധാർത്ഥൻ നേരിട്ടത്. സിൻജോ ജോൺസൺ സിദ്ധാർത്ഥന്റെ കഴുത്തിൽ പിടിച്ച് തൂക്കി നിർത്തിയെന്നും സ്റ്റീൽ അലമാരയോട് ചേർത്ത് നിർത്തി അമർത്തിയെന്നും സിദ്ധാർത്ഥൻ റൂമിൽ പേടിച്ച് വിരണ്ടിരിക്കുകയായിരുന്നുവെന്നും 57-ാം സാക്ഷി മൊഴി നൽകി. ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളാണ് കേട്ടോ, സമാനതകളില്ലാത്ത ഭീകരത. അടിവസ്ത്രം മാത്രമാണ് ധരിക്കാൻ സമ്മതിച്ചത്. അരുൺ കെ സിദ്ധാർത്ഥിനെ തറയിൽ നിന്ന് എടുത്തുയർത്തി സിദ്ധാർത്ഥിനെ കൊണ്ട് വെള്ളം പോലെയുള്ളത് തുണി കൊണ്ട് തുടപ്പിച്ചു. ആസിഫ് ഖാനും കാശിനാഥനും ഗിരികൃഷ്ണനോട് അടിക്കാൻ പറഞ്ഞു. ഗിരികൃഷ്ണൻ സിദ്ധാർത്ഥിനെ അടിച്ചെന്നും 57-ാം സാക്ഷി മൊഴി നൽകി. അടിച്ച ശേഷം മുറിക്ക് പുറത്തിറങ്ങി ഗിരികൃഷ്ണൻ കരഞ്ഞു. 21-ാം മുറിയിൽ നിന്ന് വലിയ നിലവിളിയും കരച്ചിലും കേട്ടെന്നും മൊഴി നൽകി. അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് കൊറിഡോറിലൂടെ നടത്തിച്ചു. ഓരോ കഥകം തട്ടി വിളിപ്പിച്ചു. ഉറങ്ങിയവരെ വിളിച്ചുണർത്തിച്ചുവെന്നാണ് 21-ാം സാക്ഷിയുടെ മൊഴി. അടിവസ്ത്രം മാത്രമായിരുന്നു അപ്പോഴും സിദ്ധാർത്ഥിന്. എല്ലാവരെയും ഹോസ്റ്റൽ മുറികളുടെ പുറത്തേക്ക് വിളിപ്പിച്ച് ഹോസ്റ്റലിന്റെ പുറത്ത് നടുമുറ്റത്തെത്തിച്ച് അടിവസ്ത്രത്തിൽ നിർത്തിച്ചു. കൂട്ടം ചേർന്ന് പരസ്യ വിചാരണ തുടങ്ങി. പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറയിപ്പിച്ചു. ക്ഷമാപണം നടത്തുന്നുവെന്നും പറയിപ്പിച്ചു. പിന്നാലെ നടുമുറ്റത്ത് വെച്ച് മർദ്ദനം തുടങ്ങി. തല്ലുകയും ചവിട്ടുകയും ചെയ്തു. ബെൽറ്റും ചാർജറിന്റെ കേബിളും ഉപയോഗിച്ച് അടിച്ചു. 58, 63 സാക്ഷികളാണ് ഇക്കാര്യം മൊഴി നൽകിയത്. കാശിനാഥനാണ് പലതവണ സിദ്ധാർത്ഥനെ ബെൽറ്റ് കൊണ്ട് അടിച്ചതെന്നും മൊഴി നൽകി. എന്തോ ക്രൂരമായിട്ടുള്ള ഒരു പക ഈ ഒരു ചെറുപ്പക്കാരനോട് ഉണ്ടായിരുന്നു. ആ ഒരു കാരണങ്ങളാണ്. പെൺകുട്ടിക്ക് എതിരെ ഒരു അതിക്രമം ഉണ്ടായി. ആ ഒരു പെൺകുട്ടി ഇത്ര അധികം വലിയ വൈകാരിക പ്രകടനങ്ങളോടെ പുറത്തേക്ക് വരാത്ത ഒരു സാഹചര്യത്തിൽ ഇവന്മാരാരാണ്? ഇവിടെ പല ആളുകളും ആ ഒരു അക്രമത്തെ എതിർത്തതായിട്ടൊക്കെ അവിടെ വായിക്കാൻ സാധിച്ചു. അവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു SFIയുടെ പൊളിറ്റിക്കൽ പ്രിവിലേജ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കും എതിർക്കാൻ പറ്റില്ല. സിൻജോ ജോൺസൺ മർദ്ദിച്ചത് ക്രൂരമായെന്ന് മൊഴിയിലുണ്ട്. കാലുകൊണ്ട് നെഞ്ചിലും പുറത്തും പലതവണ ചവിട്ടി. കാലിന്റെ വിരൽ ഉപയോഗിച്ച് നെഞ്ചിൽ ഞെരിച്ചു. നേരത്തെ മർദ്ദിച്ചവരെല്ലാം നടുത്തളത്ത് വെച്ച് വീണ്ടും മർദ്ദിച്ചു. കുനിച്ചു നിർത്തി പുറത്ത് പലതവണ അടിച്ചു. ആകാശ് തലക്കടിച്ചു. സാങ്കല്പിക കസേരയിൽ പലതവണ ഇരുത്തി. മർദ്ദനം തുടർന്നു. ഇരിക്കാനാവാതെ പലതവണ സിദ്ധാർത്ഥ് നിലത്ത് വീണു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന പലരും മൊഴി നൽകിയില്ല. 2 സീനിയർ വിദ്യാർത്ഥികൾ അടിക്കരുതെന്ന് പറഞ്ഞു. രോഹൻ രമേഷും PG വിദ്യാർത്ഥി നിതിൻ ശങ്കറുമാണിത്. പക്ഷെ മർദ്ദനം നിർത്താൻ തയ്യാറായില്ലെന്ന് റിപ്പോർട്ടിലുണ്ട്. സീനിയേഴ്സ് പറഞ്ഞിട്ടും കേൾക്കില്ല, കാരണം മറ്റേ പ്രിവിലേജ്. പിന്നീട് 1-ാം നിലയിലെ ഡോർമെട്രിയിലേക്ക് സിദ്ധാർത്ഥനെ എത്തിച്ചു. കാശിനാഥൻ അവിടെ വെച്ച് മർദ്ദനം തുടർന്നു. സിദ്ധാർത്ഥിന്റെ ശരീരം നിറയെ മർദ്ദനത്തിന്റെ പാടുകളുണ്ടെന്ന് 39-ാം സാക്ഷി മൊഴി നൽകി. അടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥ് കട്ടിലിൽ കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു. കഞ്ഞിവെള്ളം കുടിക്കാൻ നോക്കി വേദന കൊണ്ട് കുടിക്കാനായില്ലെന്ന് മൊഴിയിൽ പറയുന്നു. തൊണ്ടയിൽ മുറിവുണ്ടായിരുന്നു. 18-ന് രാവിലെ തൊണ്ട വേദനിക്കുന്നു എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു. തൊണ്ടയിൽ ചോര പൊടിഞ്ഞിരുന്നു. ഡോക്ടറെ കാണിക്കാൻ ആരും തയ്യാറായില്ല. പകരം മെഡിസിൻ കൊടുക്കാൻ നിർദ്ദേശിച്ചു. അഭിജിത്ത് മോഹനും അഖിലും ശ്യാം കൃഷ്ണനുമാണ് തൊണ്ട പരിശോധിച്ചത്. അവരാരും ഡോക്ടറെ കാണിച്ചില്ല എന്നും മൊഴി. 18-ന് രാവിലെ കഴിഞ്ഞതോടെ പിന്നെ ആരും സിദ്ധാർത്ഥിനെ കണ്ടില്ല. സുശാന്ത് കുമാർ ബാത്റൂം തള്ളി തുറന്ന് നോക്കി. സിദ്ധാർത്ഥ് തൂങ്ങിയ നിലയിലായിരുന്നു. മർദ്ദിച്ചവർ പലരും ബാത്റൂമിനടുത്ത് ഉണ്ടായിരുന്നു. സിൻജോ ജോൺസൺ കുട്ടികളെ ഭീഷണിപ്പെടുത്തി. ഹോസ്റ്റലിൽ നടന്നതൊന്നും പുറത്ത് പറയരുത് എന്ന്. 130 പേരുള്ള മെൻസ് ഹോസ്റ്റലിൽ 100-ലേറെ പേരും ഒന്നും കണ്ടില്ലെന്നാണ് മൊഴി നൽകിയത്. ക്രൂരതയാണ്, കൊടും ക്രൂരതയാണ്. ഇത്തരത്തിലുള്ള ആക്രമണ മെന്റാലിറ്റി ഉള്ള ആളുകൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്കൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ അതൊരു ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ സൃഷ്ടിക്കും. അവൻ ഭീഷണിപ്പെടുത്തി, ആളുകളെ ഭീഷണിപ്പെടുത്തി. അത്രയധികം ആളുകൾ മൊഴി നൽകിയില്ല എന്നൊക്കെ പറയുമ്പോൾ കാര്യമായിട്ടുള്ള അന്വേഷണം ആ ഒരു കോളേജിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ മസ്റ്റായിട്ട് വേണം. കാരണം അത്രയധികം ഭീകരമായിട്ട് ഇവൻ്റെയൊക്കെ ഭീഷണിയിൽ വീണു പോവുക എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ഭീതിജനകമായിട്ടുള്ള അവസ്ഥയായിരിക്കും ഇവറ്റകൾ അവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടാവുക. ഈ കഴിഞ്ഞ ദിവസം ഒരു വനിത ജാർഖണ്ഡിൽ ട്രാവലറായിട്ടുള്ള വ്യക്തി റേപ്പ് ചെയ്യപ്പെട്ടു. അപ്പോൾ അന്നൊക്കെ അതിവൈകാരികമായിട്ട് പോസ്റ്റുകളിട്ട ആളുകളാണ് നമ്മൾ. ക്രൂരമായിട്ടുള്ള നടപടിയാണ്. അവർ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വളരെ സേഫായി പോയി എന്നൊക്കെയുള്ള റീലുകൾ കണ്ടു. അത് വലിയ രീതിയിൽ ആഘോഷിച്ചിരിക്കുന്നത് കണ്ടു. പക്ഷെ നമ്മളുടെ ഒരു അനിയൻ, ചെറുപ്പക്കാരൻ, അവൻ കോളേജിലെ, കേരളത്തിലെ ഒരു കോളേജിലെ
ഇത്രയധികം കുട്ടികൾ പഠിക്കുന്ന അവരുടെ സാന്നിധ്യത്തിൽ ക്രൂരമർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അത് എന്താണ് ആഘോഷിക്കാത്തത്? ഇതൊക്കെ പുറത്തുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മോശമായിട്ടുള്ള അവസ്ഥയായിരിക്കും. വേറൊന്നും പറയാനില്ല. നന്ദി.